എനിക്ക് തെരഞ്ഞെടുത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വിഷയം കൗമാരം. അത് ജീർണതക്കും ഒരുപാട് ജീർണതകൾ, തീവ്രവാദത്തിനും മധ്യേ എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുമായി സംസാരിക്കാം. നിങ്ങളെല്ലാവരും ഈ ടീമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളെല്ലാം ജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ. ജീവിതം മനുഷ്യന് മാത്രമായി സവിശേഷമാക്കപ്പെട്ട ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ ഓഡിറ്റോറിയം ഒരു ജന്തുക്കളുടെയും മീറ്റിങ്ങിന് ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. പോത്തുകൾ ഇതുപോലെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് ഉണ്ടോ? ജീവിതത്തിൽ എത്രയോ ജീവവർഗങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് വേങ്ങരയിൽ ഇന്ന സ്ഥലത്ത് പോത്തുകളുടെ മീറ്റിംഗ് നടക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഉണ്ടോ? +2 വരെ പഠിച്ച എരുമ തൂങ്ങിച്ചത്തു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാർത്ത? അല്ലേ? എഞ്ചിനീയറായ കാള ഇന്ന് അങ്ങാടിയിൽ ബോംബിട്ടു. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ നാടിന്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, സുഹൈലി ബസ് സ്റ്റോപ്പ് എന്ന്. അവിടെ യുവാക്കൾ അതിന് പേരിട്ട്. അപ്പൊ ആ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താറില്ല, അവിടെ ബസ് വരാറില്ല. അതൊരു ബസ് സ്റ്റോപ്പാണ്, തിന്മയുടെ കേന്ദ്രമാണ്. 15 വയസ്സിന്റെ മീതെ, അല്ല 12 വയസ്സിന്റെ മീതെ ഒരു 40 വയസ്സ് വരെയുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ നടക്കുന്നത് കൂക്ക്, പാട്ട്, ബഹളം, പച്ചിറച്ചി തീറ്റി, സിനിമാ കഥ, അങ്ങനെ തുടങ്ങി കുറെ കലാപരിപാടികൾ നടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, +2 വരെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അവന്റെ സുഹൃത്തുക്കളെ കാത്തിരിക്കണോ? ഞാനവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് നിനക്ക് കിട്ടാനുള്ളത്? ഇന്ന് രാവിലെ നീ നിനക്ക് വേണ്ടി, നിന്റെ സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചിട്ടുണ്ടോ നന്മയായി? അവൻ എന്റെ മുഖത്തേക്ക് നോക്കിങ്ങനെ. നീ നിൽക്കുന്ന ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? നീ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്തിനുള്ളിൽ നിന്റെ സമൂഹത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? നിന്റെ രാഷ്ട്രത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഈ 4-5 ചോദ്യങ്ങൾ ഞാൻ അവനോട് ചോദിച്ചു. മൗനമായിരുന്നു അവന്റെ മറുപടി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ 6 ലിറ്റർ പാല് കറന്നിട്ടുണ്ട് ഒരു പശുവിന്റെ അടുത്ത്. ആ പശുവിന്റെ കാഷ്ടവും മൂത്രവും ഉപകാരമാണ് മനുഷ്യന്. ആ പശുവിന്റെ അകിടിൽ നിന്ന് 6 ലിറ്റർ പാല് കിട്ടി രാവിലെ തന്നെ. ആ ജന്തുവിന്റെ ഉപകാരം പോലും എന്നെ കൊണ്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്തബ്ധനായി നിന്നു ആ കുട്ടി. ഒരാടിനെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയാല് ആ കെട്ടുന്നതിനും അധ്വാനിക്കുന്നതിനും പുണ്യമുണ്ടെന്ന് മാത്രമല്ല, അത് മാനസികമായൊരു ഉല്ലാസമാണ്. ആട് പച്ചില തിന്ന് വൈകുന്നേരം നിറയെ പാല് തരും. ആടിന്റെ കാഷ്ടം ഒരു വളമാണ്. ആടിന്റെ തോല് പോലും മനുഷ്യന് ഉപകരിക്കുന്നു. ആടിന്റെ തലയോട്ടി വളരെ പ്രധാനമാണ്. എന്നാൽ മനുഷ്യനോ ഒന്നിനും പറ്റാത്ത നികൃഷ്ടനായ നാഷണൽ വേസ്റ്റുകളാണ് ഇന്നത്തെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം. അല്ലെ? ശരിക്കും ആലോചിച്ചോ, ഒരു ജന്തുവിന്റെ ഉപകാരം പോലും ഒന്നും മനുഷ്യനെ കൊണ്ടില്ല. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ തന്നെ പലപ്പോഴും ആലോചിച്ച് നോക്കൂ. നമ്മളെക്കാൾ ഉപകാരമാണ് എല്ലാ ജീവവർഗങ്ങളും. മനുഷ്യനുമായി പ്രത്യേകിച്ച് ഇണങ്ങുന്ന അൻആം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളതെല്ലാം മനുഷ്യന് സഹായമാകുകയാണ്. അല്ലേ? കള്ളു കുടിച്ചിട്ട് ഏതെങ്കിലും ഒരു നായ കച്ചറുണ്ടാക്കാറുണ്ടോ?
അതിന്റെ യജമാനനോട്? ഇല്ല, ഒരു പ്രശ്നവുമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. ഏതെങ്കിലും ഒരു ജന്തു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. ജന്തുലോകത്ത് നിയമങ്ങളില്ല. ഞാൻ ആലോചിക്കുകയാണ്, ഒരുപാട് എയർപോർട്ടുകളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട്. ഒരൊറ്റ എയർപോർട്ടിലും എമിഗ്രേഷൻ കൗണ്ടറിൽ ഒരു പട്ടി പാസ്പോർട്ടും പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആയുസിനിടയിൽ. ഏതെങ്കിലും ഒരു പോത്ത് പാസ്പോർട്ട് ആയിട്ട് എയർപോർട്ടിൽ നിന്നിട്ടില്ല. എങ്ങോട്ടാ? ഒന്നുമില്ല, 5 മക്കളാ, പെൺകുട്ടികളാ, കെട്ടിക്കണം, അധ്വാനിക്കണം, ഗൾഫിലേക്ക് വിസ എടുത്ത് പോവുകയാണ് എന്നൊരവസ്ഥ ജന്തുക്കൾക്കുണ്ടോ? 500 രൂപ മുടക്കൂ, 5 ലക്ഷം ലാഭിക്കൂ എന്ന ഒരു മുദ്രാവാക്യം ജന്തുലോകത്തുണ്ടോ? ഉണ്ടോ? മനുഷ്യലോകത്തുണ്ട് അല്ലേ? എന്താ, പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ കട്ട് ചെയ്തേളാ, അവസാനിപ്പിച്ച് കളയും, കൊന്നോ. എന്നാൽ അല്ലെങ്കിലോ പിന്നെ 18 വയസ്സായ 5 ലക്ഷം സ്ത്രീധനം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കൊന്നുകളാ. ജന്തുലോകത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നു, മകളെ കല്യാണ, എല്ലാരും വരണം, സഹകരിക്കണം, വിജയിപ്പിക്കണം, ഞാനൊരു പാവമാണ് അല്ലേ? ഏതെങ്കിലും ഒരു പോത്ത് 2 വീലറിൽ ടൂർന്ന് വന്നിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിട്ടുണ്ടായിരിക്കെങ്കിലും ഉണ്ടോ? മനുഷ്യനും പോത്തും ഒരേപോലെ ആകാൻ പാടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരും ഭൗതികവാദികളും പറയുന്നു പട്ടിയും പന്നിയും മനുഷ്യനും ഒന്നാണ്. നമ്മുടെ രാജ്യ സ്റ്റേറ്റ് ഭരിക്കുന്ന നേതാക്കന്മാർ പറയുന്നു മനുഷ്യനും പട്ടിയും പന്നിയും ഒക്കെ ഒന്നാണ്, ഒരുപോലെയാണ്. എല്ലാറ്റിന്റെ അവസാനം മണ്ണോട് മണ്ണ് ചേരും, അവസാനിക്കുന്നു. കൗമാരം ജീർണിച്ച എന്താ കുഴപ്പം? ഞാൻ MSമാരോട് ചോദിക്കണം, എന്താ കൗമാരം ജീർണിച്ചാൽ എന്താ? ജീർണിച്ചാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കള്ളുടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? കുഴപ്പമില്ലേ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? എന്തുകൊണ്ട് മദ്യപിക്കുന്നില്ല? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗാന്ധിയനാണ് അതുകൊണ്ട് കള്ളുടിക്കൂലെന്നാ? ആണോ? അല്ല. മമ്മൂട്ടിനോട് ചോദിച്ചു എന്തിനാ നോമ്പ് വിൽക്കണത്? മൂപ്പര് പറഞ്ഞ് ആരോഗ്യം ഉണ്ടാക്കാനാ. പിന്നെ മൂപ്പര് നോമ്പ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അള്ള പറയല്ല, എല്ലാക്കും തെത്തക്കൂൻ, നിങ്ങൾ മുത്തക്കികളാകാനാ നോമ്പ് വിൽക്കണത്. എന്നാ ആരോഗ്യം ഉണ്ടാവൂലേ നോമ്പ് വെച്ചാല്? ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണോ നോമ്പിന്റെ ലക്ഷ്യം? അല്ല. ചെക്കുവെള്ളവരാകുക എന്നുള്ളതാണ് നോമ്പിന്റെ ലക്ഷ്യം. പടച്ചോന്റെ വജക ഉണ്ടാകുക എന്നുള്ളതാണ്, പുണ്യം കിട്ടുക എന്നുള്ളതാണ് അല്ലേ? മദ്യം അള്ളാഹ് ഹറാമാക്കിയത് കൊണ്ടാ നമ്മൾ കഴിക്കാത്ത, കിട്ടാത്തോണ്ടാ? പെപ്സി കിട്ടുന്നതിനേക്കാൾ സ്പീഡ് കിട്ടും മദ്യം അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബീവറേജ് കോർപ്പറേഷൻ സ്ഥാപിച്ച ഒരു കാലഘട്ടം ഈ 3.5 കൊല്ലത്തിന്റെ ഉള്ളിലാണ്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത നന്മ എന്താണെന്നറിയോ? ആന്റണി ചെയ്തിരുന്ന ഒരു സംഗതി എടുത്തു മാറ്റി, ചാരായ നിരോധം എടുത്തു മാറ്റി. ആന്റണി പറഞ്ഞു ചാരായം നിരോധിച്ചു, നടപ്പാക്കിയല്ലേ എന്നുള്ളത് വേറെ. കാട്ടിന്റെ ഉള്ളിൽ വെച്ചും വീട്ടിന്റെ ഉള്ളിൽ വെച്ചും ഒക്കെ നടന്നു. അത് മനുഷ്യന്റെ മനസ്സ് മാറാത്തോണ്ടാണ്. നിയമമുള്ളതുകൊണ്ട് കാര്യമില്ല, മനുഷ്യന്റെ മനസ്സ് മാറണം അല്ലേ? മനുഷ്യന്റെ മനസ്സിലാണ് നിയമം ഭരിക്കുന്നത്. ഇടതുപക്ഷം വന്നപ്പോ ആദ്യമായിട്ട് പറഞ്ഞു എന്ത്? ചാരായം സർവത്ര ഒഴുകട്ടെ, ആകട്ടെ, വരട്ടെ, പോകട്ടെ, കുടിക്കട്ടെ, തൊലയട്ടെ, എന്തും ആകട്ടെ, മർത്യന്റെ ജീവിതം ഞങ്ങൾക്ക് സമ്പാദിക്കണം അല്ലേ? അങ്ങനെ വിചാരിച്ചവരാണ് ലോകത്തുള്ളവരൊക്കെ. നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെങ്കിൽ കൗമാരം ജീർണിക്കേണ്ടതില്ലേ, തീവ്രതയിൽ അടിമപ്പെടേണ്ടതില്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനൊരു ബേസ് വേണമല്ലോ. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താ? മനുഷ്യനെ പോലെ പിന്നെ ഇത്ര സങ്കീർണമായ ഒരു സൃഷ്ടി ലോകത്ത് പറയില്ല. മനുഷ്യനെ പോലെ ഇത്ര സങ്കീർണമായ ഒരു സൃഷ്ടി. മനുഷ്യൻ എന്തൊക്കെ നോക്കണം? അത്ഭുതകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ എന്തുകൊണ്ട് ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി? പലാരിവട്ടത്തെ ഹൈവേയിൽ ഒരു കാറ് വലിയൊരു ഹെവി വണ്ടിയുമായി ഇടിച്ച് കാറിന്റെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഇരുന്നിരുന്നു. അവരുടെ മടിയിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചത്ത്. എഞ്ചിനീയറായ സ്ത്രീയും ചത്തു, ഇവിടെ നായയും ചത്തു. രണ്ടുപേരും തുല്യമായി അവസാനിക്കുക. അവരുടെ വാദവളായിരുന്നു ഭൗതികവാദി ആയിട്ടുള്ള ഒരു സ്ത്രീ.
പട്ടിക്ക് വളരെ ആദരവ് കിട്ടി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ, അതും പമ്പർന്നുള്ള മടിയില്. ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധേയമായ മധുസൂദനൻ നായർ ആലപിച്ചിട്ടുള്ള, തിരുവനന്തപുരത്തെ ഒരു കവി രചിച്ചിട്ടുള്ള, പിന്നെ 2-3 വളരെ പ്രസിദ്ധമായ കവിത. അതിൽ ആശയം വളരെ ഗംഭീരമാണ്. അത് തുടങ്ങുന്നതിന് എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ? മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്നാണ് അതിന്റെ തുടക്കം. കേട്ടിട്ടില്ലേ ആ കവിത? മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്നാണ്. അതിൽ 2 വരിയുണ്ട്, മനോഹരമാണ് അതിന്റെ ആശയം. അതിങ്ങനെയാണ്: ശീതീകരിച്ച AC കാറിൽ പട്ടി സഞ്ചരിക്കുക. സായിപ്പിന്റെ മടിയിലിരുന്നിട്ട് ശീതീകരിച്ച കാറിൽ സ്കൂൾ പഠിച്ചിട്ടില്ലാത്ത, +2 പഠിച്ചിട്ടില്ലാത്ത, പരീക്ഷ എഴുതിയിട്ടില്ലാത്ത, എഞ്ചിനീയർ അല്ലാത്ത പട്ടി സുഖമായിട്ട് AC കാറിൽ. എന്നിട്ടോ പുറത്ത് മനുഷ്യൻ കൈനീട്ടി ചില്ലിന് തട്ടി 2 റുപ്യ എന്നാ ഭക്ഷണം കഴിക്കാന്ന് യാചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വരികളിലുള്ളതാണ്. മനുഷ്യന്റെ ജീവിതം പട്ടിയെപ്പോലും വളരെ. അമേരിക്കയില് ക്രൂരലക്കം സൃഷ്ടിച്ച അവിടുത്തെ കോടതിയിൽ ഒരു കേസ് നടന്നു. ഒരു പട്ടിയെ ഒരുത്തം കൊന്നതിന്റെ പേരിൽ. എന്തൊരാദരവ്! ലക്ഷോപലക്ഷം മനുഷ്യർ അമേരിക്കയിലെ ജോർജ് ഡബ്ല്യു ബുഷിന്റെ നേതൃത്വത്തിൽ ഇറാഖിലും പലസ്തീനിലും ചെച്നിയയിലും കോസഡോവയിലും ലബനാനിലും അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിലും പ്രാന്തപ്രദേശങ്ങളിലും ലോകത്തിന്റെ ഇതര മണ്ഡലങ്ങളിൽ മരിച്ചു തകർന്നു തരിപ്പണമായി അവരുടെ ശവമഞ്ചങ്ങളിൽ അല്ല, അവരുടെ മയ്യത്തിന്റെ കബന്ധങ്ങളുടെ മുകളിൽ സിംഹാസനങ്ങൾ പെടുത്ത് ആനന്ദം കൊണ്ടപ്പോ കോടതിയിൽ ഇത്തരം കേസുകളൊന്നും ഉണ്ടായില്ല. പട്ടി ആദരിക്കപ്പെടുന്നു ലോകത്ത്, മനുഷ്യൻ നിന്ദ്യനായി പോകുന്നു ലോകത്ത്. ഹരിയാനയിലെ ചത്ത പശുവിന്റെ തൊലി ഉരിഞ്ഞു ദലിതരായ 5 ആളുകൾ. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, കുട്ടികളെ നിങ്ങൾ പഠിച്ചോളൂ. ഹരിയാനയിലെ 5 ദലിതര് ചത്ത പശുവിന്റെ തൊലി ഉരിഞ്ഞു. പശു ഏതായാലും ചത്തു. അതിനെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ ബാക്ടീരിയ വർക്ക് ചെയ്യും, മണ്ണിന്റെ ഭാഗമായി തീരും. സ്വാഭാവികമാണ്, സംഭവിക്കാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ പശി അടക്കാൻ, പട്ടിണി അടക്കാൻ പശുവിന്റെ തൊലി ഉരിഞ്ഞു ദലിതര്. പശുവിന്റെ തൊലി ഉരിഞ്ഞിട്ട് അതിന്റെ പേരിൽ സവർണ ഫാസിസ്റ്റുകൾ 5 ദലിതരെ ചുട്ടുകൊന്നു നമ്മുടെ ഇന്ത്യയിൽ. പശുവിന്റെ തൊലി ഉരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി VHPയുടെ അഖിലേന്ത്യാ നേതാവ് പ്രവീൺ ഭായ് തൊഗാഡിയ പ്രസംഗിച്ചു. ഹിന്ദുധർമ്മം അനുസരിച്ച് പശുവിനാണ് മൂല്യം, മനുഷ്യന് മൂല്യമില്ല. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ തട്ടിയാലും കുഴപ്പമില്ല എന്നാണ് അതിന്റെ മറ്റൊരു വശം. കാരണം അയാളൊരു മനുഷ്യനാണല്ലോ, അയാളെ കൊന്നാലും പശുവിനെ കൊല്ലരുത് എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് ഇന്നത്തെ കാലഘട്ടം. പശുവിനും പട്ടിക്കും ഒക്കെ പ്രാധാന്യം, മനുഷ്യന് മൂല്യമില്ലാത്തൊരു കാലഘട്ടം. ഇസ്ലാമിൽ മനുഷ്യൻ വളരെ പ്രാധാന്യം അറിയിക്കും. മനുഷ്യനൊരു വല്ലാത്ത കേന്ദ്രബിന്ദുവാണ്. ഈ മനുഷ്യന് മതം ആവശ്യമാണോ, മൂല്യങ്ങൾ ആവശ്യമാണോ? നിങ്ങൾക്കറിയാം, തിരൂരിൽ നിന്നൊരു 2 വീലർ പുറപ്പെടുകയാണ്. സംഗതി ക്ലോസ് ആയി പോയിട്ടോ, പത്രത്തിൽ നിങ്ങൾ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ അവന്റെ കാമുകിയെയും 2 വീലറിൽ വെച്ച് പൂനായിലേക്ക് 2 വീലറിൽ പൂന അവിടെ ചെന്ന് ഒന്ന് മിനിങ്ങാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യേശൊന്ന് വീശി ഒന്ന് ഉഷാറാക്കി, പള്ളന്റെ അകത്തേക്ക് വിഷം കലർത്തി. എന്നാലും കാമുകിയോ എന്റെ അരക്കെട്ടിലൊക്കെ റാഞ്ചി പിടിച്ച് അങ്ങനെ പോകുമ്പോ കള്ളിന്റെ ഹാങ് ഓവറിൽ ആക്സിഡന്റ് ഉണ്ടായി ചവിട്ടുപിടി മരിച്ചു. പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. തിരൂരിൽ നിന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ. അന്ന് പത്രം കൊടുത്തത് എന്താ പറയുക? പത്രം അങ്ങനെയാ. ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ പത്രോഫീസിലാണ് എന്ന വസ്തുത തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ കൊടുത്തതെന്തറിയോ? മദ്യപാനിയായ മുസ്ലിം ആക്സിഡന്റിൽ മരിച്ചു. അതിന്റെ അങ്ങനെ ഒരു മുസ്ലിം കുട്ടിയത് കേട്ടാ വിചാരിക്കുന്നവരോ പട്ട വീശുന്ന ഒരു മാപ്പിളാര് മാത്രമാണ് അതുകൊണ്ടാണ് അല്ലേ? പത്രം അന്ന് കൊടുത്ത അങ്ങനെ. എന്താണ് യുവാക്കളും യുവതികളും അവരുടെ ജീവിതത്തിൽ ആലോചിക്കാത്തത്? മനുഷ്യന്റെ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിവ്. ഞാൻ എന്തിന് ജീവിക്കുന്നു? ഇസ്ലാമാണ് മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാക്കി. ഞാൻ മെനയാന്ന് ഒരു സകല രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. സത്യൻ മൊകേരയുണ്ട്, കെ മുരളീധരനുണ്ട്, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് ജില്ലാ നേതാക്കന്മാരുണ്ട്, സ്റ്റേറ്റ് നേതാക്കന്മാരുണ്ട്, എല്ലാവരും. അവിടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗൗരവമായ മേഖലകളെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, അല്ല നിങ്ങളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളെ പോലെ കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്ക്
ഒരു ഉമ്മ പ്രസവിച്ചിട്ടൊരു കുട്ടി ഉണ്ടായി, അടുത്ത പ്രസവത്തിലും കുട്ടി ഉണ്ടായി, 3 പെൺകുട്ടിയാണെങ്കിൽ എന്തൊരു ടെൻഷനായിരിക്കും കുടുംബത്തില്. അവരെ പഠിപ്പിക്കണം. LKG, UKG, RKG, 3/4 KG, അങ്ങനെ പല KG-യിലിട്ട് മുക്കിപ്പൊരിക്കും. ഇത് മനുഷ്യന് മാത്രമുള്ളതാണല്ലോ. ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് ഒടുക്കല്ലാത്തൊരു കാര്യം, മനുഷ്യൻ പഠിച്ചാലേ ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥ എന്തുകൊണ്ട് വന്നു? ഒരൊറ്റ ജീവിയും അല്ലേ, ആടിനെ നമ്മൾ വെള്ളത്തിച്ചു കൊടുക്കുന്നു, കൃത്യമായി പുല്ല് ഇഷ്ടം പോലെ തിന്നുന്നു, അതിന്റെ പശി അടങ്ങുന്നു, അതിനുവേണ്ടി നമ്മൾ ആട് കൂടുണ്ടാക്കുന്നു, കൂട്ടിലത് താമസിക്കുന്നു, പഠിക്കേണ്ടതില്ല. തലമുറകളെ നിലനിർത്താൻ പഠന ആവശ്യമില്ല. മനുഷ്യന് മാത്രം ജീവിക്കാൻ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? പഠിപ്പില്ലാത്തവൻ ഒരു സ്ഥാനവും ഇന്നത്തെ ലോകത്തില്ല. കമ്പ്യൂട്ടർ അറിയാത്തവനൊന്നും ഒരു സ്ഥാനവും ലോകത്തില്ല. ആധുനിക ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ അതൊന്നും ചിന്തിക്കാത്തവന് ഇന്ന് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. തോട്ടിപ്പണിയെടുത്തൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യനെ മാത്രം എന്തുകൊണ്ട് പഠിക്കണം? ഒന്നും അറിയാത്തവനായിട്ടാണ് ലോകത്ത് നമ്മൾ വരുന്നത്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ. കുട്ടികളെ, ജീവിതത്തെ വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നോക്ക്, വല്ലാത്ത ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ. 16-ാം അധ്യായം 68-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചപ്പോ ഒന്നും അറിയാത്തവരായിട്ടാണ്, ഒന്നും അറിയാത്തവരായിട്ട് കരഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് ജനിച്ചു വീഴുന്നത്. W. സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ്? W. സ്റ്റീഫൻ ഹോക്കിംഗ് അറിയില്ല നിങ്ങൾക്ക്? വിഖ്യാതനായ 2ാം ഐൻസ്റ്റൈൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രകാരനാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ അല്ല, W. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പിടിച്ചു വെള്ളത്തിലിട്ടാല് കുളുക്കുളു 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 എന്ന് പറഞ്ഞ പിന്നെ കുളുക്കുളു അതെ ആള് മരിച്ചു. എന്താ പ്രശ്നം? എണീറ്റിക്കാൻ പറ്റുമോ? W. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എണീറ്റ് നടന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ടോ? എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? ഞാൻ വലിയ ശാസ്ത്രകാരൻ, എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടോളി പറഞ്ഞാൽ രക്ഷപ്പെടുവോ? ഞാൻ നേരത്തെ പറഞ്ഞ ഒച്ചയോടുകൂടി ആള് കലിയായിപ്പോ. കുളുകുളു കുക്കുളു കുളുകുളുകുളു അങ്ങനെ ആ ജീവിതം അവസാനിക്കും. ശാസ്ത്രകാരനാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് എന്താ കാര്യം? നീന്തറിഞ്ഞുണ്ടെങ്കിൽ അല്ലേ? നേരെ മറിച്ച് ആ ശാസ്ത്രകാരന്റെ കൂടെ ഒരു പോത്തും കുട്ടീനെ എടുത്ത് വെള്ളത്തിലിട്ടാലോ മൂപ്പര് സുന്ദരൻ മൂപ്പര് എന്ത് ചെയ്യും? കരക്ക് കയറി ഇങ്ങോട്ട് പോരും അല്ലേ? കണ്ടിട്ടില്ലേ? എന്താ പ്രശ്നം? LKG പഠിച്ചിട്ടില്ല, UKG പഠിച്ചിട്ടില്ല, സയൻസ് പഠിച്ചിട്ടില്ല അല്ലേ? പണ്ട് തോണിക്കാരൻ ചോദിച്ച മാതിരി തോണിക്കാരനോട് മാത്തമെറ്റിക്സ് അറിയോന്ന് ചോദിച്ച്, സയൻസ് അറിയോന്ന് ചോദിച്ച് ഇല്ലാറിന്. അപ്പൊ കുട്ടികൾ പറഞ്ഞു എന്നാ പാതി ജീവൻ പോയി. സയൻസ് അറിയോന്ന് ചോദിച്ച് ഇല്ലാറിന്, 3/4 ജീവൻ പോയി എന്ന് പറഞ്ഞു. ഒടുവ് തോണിക്കാരൻ ചോദിച്ചു നീന്തറിയോന്ന് കുട്ടികളോട്. അപ്പൊ കുട്ടികൾ പറഞ്ഞില്ല, എന്നാ ഞങ്ങളെ മുഴുവൻ ജീവൻ ഇപ്പൊ പോവുകയാണ്. അപ്പൊ അതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള വിജ്ഞാനം അല്ലെങ്കിൽ ഒരു കാര്യമില്ല. മനുഷ്യന് എത്ര പ്രഗത്ഭനായ ശാസ്ത്രകാരനാണെങ്കിലും നീന്തം പഠിക്കുക വേണം. ജന്തുവിനതല്ല. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ജീവവർഗങ്ങളാണ് ജന്തുക്കൾ. ആ ജന്തുക്കളുടെ അവസ്ഥ പോലും മനുഷ്യനില്ല. ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ ദുർബലനാണ്. ഒന്നും അറിയാത്തവനായിട്ടാണ് ഇവിടെ ജനിക്കുന്നത്, ഒന്നും അറിയാത്തവനായി. പിന്നെ അവൻ അറിവ് നേടുക. ഓരോ കുഞ്ഞ് എന്നാളും വിടുമ്പോൾ അറിവ് നേടുക. ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അറിവാണ് അവൻ നേടുന്നത് അല്ലേ? എല്ലാ ജീവവർഗങ്ങളെയും നയിക്കാൻ പോകുന്ന പ്രാപ്തിയും കഴിവും തന്റേടവും മനുഷ്യന് നേടിയെടുക്കുകയാണ്. ഈ മനുഷ്യനെ മതം എങ്ങനെ നോക്കിക്കാണുന്നു? അവിടെയാണ് പ്രസക്തമായ നമ്മുടെ ജീർണതയും തീവ്രതയും ഒക്കെ വരെ. ഇസ്ലാം മനുഷ്യ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണും? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മരണവും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് നിങ്ങളുടെ ജീവിതം. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്തിന്? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ്. ശരിക്കും ജീവിതം തുടങ്ങുന്നത് മരണത്തോടുകൂടിയാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കല്ല. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ കേട്ടിട്ടില്ലേ? രക്തസാക്ഷി മണ്ഡപങ്ങൾ അറിയില്ലേ? കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മരിച്ചാൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലേ? എന്തിനാ ഉണ്ടാക്കണത്? മരിച്ച ഈ വ്യക്തിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അയാൾ അറിയോ?
അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടോ? ഞാൻ ഒരു ഉദാഹരണത്തിന് ഡിവൈഎഫ്ഐക്കാരന് ഷഹീദായി നോട്ടിക്കൊള്ളി, രക്തസാക്ഷി ചെയ്യുന്നു. അങ്ങനെ രക്തസാക്ഷിയായാൽ ഞാൻ ഡിവൈഎഫ്ഐക്കാണ് രക്തസാക്ഷി ആയത് എന്ന് ആയതിനു ശേഷം അറിയാൻ കഴിയോ? അല്ല, പിന്നെ എന്തിനാ രക്തസാക്ഷിയായത്? ഓന്റെ വിശ്വാസപ്രകാരം കേട്ടോ പറയുന്നത്, ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരമല്ല. ഒരു ഡിവൈഎഫ്ഐക്കാരന്റെ വിശ്വാസം എന്താ? മരണത്തോടുകൂടി അവസാനിക്കുന്ന, മരിച്ചാൽ ജീവൻ പോയാൽ അതോടുകൂടെ എല്ലാം ക്ലോസ് അല്ലേ, എല്ലാം കംപ്ലീറ്റ് ക്ലോസ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വ്യക്തി എന്തിനാണ് അധ്വാനിക്കുന്നത്? എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എന്തിനാണ് രക്തസാക്ഷിയായത്? രക്തസാക്ഷിയായത് എന്തിനാന്ന് പോലും അവൻ അറിയാൻ കഴിയുന്നില്ല. പിന്നെ അവൻ എന്തിനാ രക്തസാക്ഷിയായത്? അവന്റെ പേരിൽ 10 വോട്ട് അധികം കിട്ടും, പാട്ടപ്പിരിവും നടക്കും, വേറൊന്നുമില്ല. അപ്പൊ ഓൻ മരിച്ചാൽ ആർക്കാണ് പ്രയോജനം? ആർക്കാ പ്രയോജനം? ബാക്കിയുള്ള ആളുകൾക്ക്, ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക്. ഇസ്ലാം അങ്ങനെയാ? ഇസ്ലാം ഒരാൾ മരിച്ചാൽ മരണത്തോടുകൂടി ആരംഭിക്കുകയാണ് അയാളുടെ ജീവിതം. ആ ജീവിതം മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം, ആ ജീവിതമുണ്ട് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്തും അല്ലാത്ത കാലത്തൊക്കെ നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ എന്തുകൊണ്ട് മദ്യപിക്കുന്നില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് കൊണ്ട് എന്നാണ് അല്ലേ മറുപടി പറഞ്ഞ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് കൊണ്ട്, ഇസ്ലാം ഹറാമാക്കിയത് കൊണ്ട് എന്നാണ് നമ്മൾ പറയും. ഇന്നത്തെ വിദ്യാർത്ഥി തലമുറയെ നിങ്ങൾ എടുത്തു നോക്ക്, എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പോ ഏറ്റവും കൂടുതൽ കുഴപ്പക്കാരാരാ ലോകത്ത്? ഏറ്റവും കൂടുതൽ പഠിച്ചവരാണ്. പാടത്ത് പണിയെടുക്കുന്ന ബാലേട്ടനെ കൊണ്ടോ, പാടത്ത് അല്ലെങ്കിൽ 10 മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന മുഹമ്മദ് ഖാനെ കൊണ്ടോ ലോകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? എഞ്ചിനീയറെ കൊണ്ട് പ്രശ്നമില്ലേ നമ്മുടെ നാട്ടില്? അല്ലേ? എത്രയോ എഞ്ചിനീയർമാർ നിർമ്മിച്ച പാലം തകർന്ന് എത്രയോ ആളുകൾ മരിച്ചില്ലേ? അല്ലേ? മിക്ക തീവ്രവാദികൾ വരെയാണ്. നമ്മുടെ വിഷയത്തിന്റെ ഒരു കാതലായ വശമാണല്ലോ. മിക്ക തീവ്രവാദികൾ വരെയാണ് എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്, അല്ലെ? വലിയ വലിയ ഫ്ലൈറ്റ് ഓടിക്കണമെങ്കിൽ എറോനോട്ടിക് എഞ്ചിനീയർ ആവണം, ഫ്ലൈറ്റ് വർദ്ധിക്കാൻ പഠിക്കണം, ആ മേഖല പഠിക്കണ്ടേ? സാധാരണക്കാരനായ ലോക്കൽ മനുഷ്യന് പറ്റുമോ? എല്ലാരും പറയുന്നു, ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യം, പഠിച്ചാൽ സംസ്കാരം ഉണ്ടാവില്ല. വിജ്ഞാനം, ഭൗതിക വിജ്ഞാനം ഉണ്ടായ സംസ്കാരം ഉണ്ടാവും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇക്കാലഘട്ടത്തിലെ ഒരു ഭൗതിക വിദ്യാഭ്യാസവും ഇന്നത്തെ തലമുറയെ നന്നാക്കൂല, ഒരു നിലക്കും നന്നാക്കൂല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ചെന്നു, ഇതുപോലെ ഒരു പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് ജില്ലയിൽ. അപ്പൊ അവിടുന്ന് ഒരു പിതാവ് പറയുന്നു, ഇതുണ്ടോ, ഇതൊക്കെ എന്റെ മകന് കിട്ടിയ അവാർഡുകളാണ്, ഇതൊക്കെ എന്റെ മകന് കിട്ടിയിട്ടുള്ള, അവൻ കോളേജിൽ പഠിപ്പിൽ 1ാം സ്ഥാനം, കായിക മത്സരങ്ങളിൽ 1ാം സ്ഥാനം. ഞാൻ ചോദിച്ചു, സ്വഭാവത്തിലെ ഏറ്റവും മ്ലേച്ഛൻ? മാർക്കിലോ 1ാം സ്ഥാനത്ത്, തെമ്മാടിത്തത്തിലോ അതിലോ 1ാം സ്ഥാനത്താണ്. ഇന്ന് മിക്ക കുട്ടികളുടെ അവസ്ഥ, ഏറ്റവും മാർക്ക് നേടുന്നവർ തെമ്മാടികളായി തീരുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ 1ാം റാങ്ക് SLCക്ക് കിട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്താ അവളുടെ വലിയ അവസാനം ഉണ്ടായത്? കേരളത്തിൽ SSLCക്ക് 1ാം റാങ്ക് കിട്ടിയ ഏക മുസ്ലിം പെൺകുട്ടി. അവള് മെഡിസിൻ ചേർന്ന് പഠിച്ച് അവസാനം ഒരു ക്രിസ്ത്യാനി ചെക്കനായിട്ട് പ്രേമിച്ച് കുടുംബമൊക്കെ ആയിട്ട് തച്ചു പിരിഞ്ഞ് ക്രിസ്തുമതം സ്വീകരിച്ചോളം അങ്ങോട്ട് പോയി. റാങ്ക് കൊണ്ട് കാര്യമല്ല. വിദ്യാഭ്യാസം എത്ര നേടി? ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടാ? ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടാ? തീവ്രവാദ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാ? വിദ്യാഭ്യാസം മനുഷ്യനെ നന്നാക്കുമെന്ന് വിശ്വസിച്ചൊരു കാലുണ്ടായിരുന്നു. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞു, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിപ്രക്രിയയാണ് വിദ്യാഭ്യാസം. നല്ല മനുഷ്യരെ ഉണ്ടാക്കുക, നല്ല സ്വഭാവമുള്ളവരുണ്ടാക്കുക, നല്ല സംസ്കാരമുള്ളവരുണ്ടാക്കുക. ഇന്ന് വിദ്യാഭ്യാസമുള്ള പല കുട്ടികളെയും നിങ്ങൾ നോക്ക്. ഞാൻ ഇന്നലെ ഒരു കല്യാണ വീട്ടിലൊരു നിക്കാഹിനിരിക്കുമ്പോ ഏറ്റവും പഴക്കം ചെന്ന പ്രായമുള്ള മുഹമ്മദ് ഖാ എന്നോട് പറഞ്ഞ്, എന്താപ്പോ അവന്റെ പാൻസിന്റെ ഇതൊന്നും നോക്കിങ്ങള്, അവൻ ഇത്ര ഡ്രസ്സ്, അവന്റെ ബെൽറ്റ് ഇവിടെയാണ്, അവന്റെ പാൻസ് ഇറങ്ങിക്കണ ഇവിടെ, ഒരൊറ്റ വലിയ അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ, പിന്നെ ആയുഷ്കാലത്ത് ഫനാജാതി പണിയില്ല. അവന്റെ ഡ്രസ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴത്തെ ആൺകുട്ടികളുടെ പാൻസിന്റെ ഇറക്കെവിടെ? ഇവിടുന്നാ തുടങ്ങണേ ചെങ്ങായി, ഇത് മറയ്ക്കാനാണ് ഇത് ഇടുന്നത്. ഓൻ ഇവിടുന്നാ തുടങ്ങണേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗം മറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ തുടക്കോ. ഓൻ അവിടെ മാറ്റിയിട്ടിട്ടാ തുടക്കം. പിന്നെ എന്തിനേടെ ചെങ്ങായി ഈ ഡ്രസ് ഇട്ടത്?
ഏയ് ഇത്തരല്ലേ ടീഷർട്ട് ഓന്റെ ഇവിടുന്ന് ഓൻ കുനിഞ്ഞാൽ ഓന്റെ അധോലോകം മുഴുവൻ കാണാം. അല്ലേ? ആലോചിച്ചു നിങ്ങളെ. ഡ്രസ് എന്തിനാണ്? നഗ്നത മറയ്ക്കാനാണ്. നാക്കാലിക്കില്ലാത്തൊരു സംഗതി മനുഷ്യനുണ്ട്. അതെന്തിനാ? ഓന്റെ നഗ്നത മറയാനാണ്. അത് മറിയുന്നുണ്ടോ? പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടെക്സ്റ്റൈൽസ് വിപ്ലവം നടന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗംഭീരമായ ടെക്സ്റ്റൈൽസ് വിപ്ലവം നടന്നൊരു ലോകത്ത് ഒരു മീറ്റർ ഡ്രസ്സില്ല അന്നത്തെ പെൺകുട്ടിക്ക് ധരിക്കാൻ. കിട്ടണില്ല. കിട്ടാത്തോണ്ടാ? അല്ല, വേണ്ട. അല്ലേ? അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിക ദൃഷ്ടിയ വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തെ പറ്റി പറയുന്നിടത്ത് ഇപ്പൊ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം എന്നുള്ളൊരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ഇന്ന് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങിക്കൊണ്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആളുകൾക്കൊക്കെ ഇന്ന് എല്ലാം സ്ക്രീനുകളിൽ കാണുന്ന, നമുക്കൊക്കെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തത, നമ്മുടെ വീട്ടിൽ നിന്ന് ഖുർആന്റെ പടിയിറങ്ങി, ഹദീസ് പടിയിറങ്ങി, പകരം മമ്മൂട്ടി മോഹൻലാലും വീട്ടിലേക്ക് കയറി വന്നു. ഖുർആൻ ഇറങ്ങിപ്പോയി. നമ്മുടെ വീടുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിപ്പോയി. നമ്മുടെ വീടുകളിൽ നിന്ന് പ്രവാചക വചനങ്ങൾ ഇറങ്ങിപ്പോയി. നമ്മുടെ വീടുകളിൽ നിന്ന് പ്രത്യക്ഷമായി. നിങ്ങൾ നോക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ തന്നെ, നമ്മൾ MSMകാരാണ്, അധിക പേരും മുജാഹിദ് കുടുംബത്തിൽ അംഗങ്ങളായിരിക്കും, അല്ലാത്ത കുട്ടികളും ഈ സദസ്സിലുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഖുർആനാണോ? ഏറ്റവും കുറവ് കേൾക്കുന്നത് ഖുർആനാണ്. അല്ലേ? അല്ലേ? ഖുർആൻ ഒരു അപൂർവമായി ഓതുന്ന ഒരു പ്രതിഭാസമാണ്. അല്ലേ? അല്ലേ? ശരിയല്ലേ? സംഗീതമല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന വീട്ടിൽ ചാനലില്ലാത്ത എത്ര പേരുണ്ടെന്ന് കൈപൊക്കി. ചാനലില്ലാത്ത, നുണ പറയരുത് കേട്ടോ, വെറുതെ കൈവക്കുകയും ചെയ്യരുത്. ചാനലില്ലാത്ത, ഇത് സത്യമാണോ? പടച്ചോൻ കാണുന്നുണ്ട്. ഞാനും ഇവിടെ ഇരിക്കുന്ന ഇതങ്ങളൊന്നുമല്ല പ്രശ്നം, പടച്ച തമ്പുരാൻ അറിയാം. ശരി അല്ലേ? ഇനി നിങ്ങള് കൈ പൊന്തിച്ചല്ലോ. സിനിമ കാണാത്ത എത്ര ആൾ ഈ സദസ്സിലുണ്ട്? സത്യമേ പറയോ, അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലേ? അല്ലേ? ഒന്ന് ചിന്തിച്ചേ, ഒന്ന് കൈതാട്ടെ. ശരി, TV ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ വീട്ടില്? വീട്ടില് TV തീരെ ഇല്ലാത്ത, TV എന്ന സംവിധാനമില്ലാത്ത? ശരി, കുറച്ച് ആളുകൾ. അല്ലേ? മഹാഭൂരിപക്ഷ ആളുകളും ചാനലുള്ളവരാണ്. അല്ലേ? മഹാഭൂരിപക്ഷ ആളുകളും സിനിമ കാണുന്നവരാണ്. മഹാഭൂരിപക്ഷ ആളുകളുടെ വീട്ടിലും TV ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ വീടുകളിൽ പിന്നെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ 4 വോള്യം ഉള്ള എത്ര ആളുണ്ട്? 4 വോള്യമുള്ള? സത്യാണോ? നുണ പറയരുത്. നിങ്ങളെ ബാപ്പാരെ ഇവിടെ ഇരുന്ന ഒരു പൊക്കുവോ കൈ? ശരി. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ ഉള്ള എത്ര കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? കുറവാണ്. കൈ താത്തിക്കൊള്ളി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ കുറിച്ചുള്ള ഒരു ദീനീ ചിത്രമാണിത്. അല്ലേ? ഇതൊരു മതപരമായ ഒരു ചിത്രമാണ്. ഏറ്റവും കൂടുതൽ ഹറാമുകളാണ് നമ്മുടെ വീട്ടിൽ കൂടുതൽ. നമ്മുടെ പോലും വീടുകളിൽ ഇതിലൊക്കെ പങ്കെടുക്കുകയും ഇതിനൊക്കെ വരികയും ഇതിലൊക്കെ സമ്മേളിക്കുകയും നിസ്കരിക്കുകയും നോമ്പും ഇസ്ലാമും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്ന പല കുട്ടികളാണ് നിങ്ങൾ. നമ്മുടെ വീടിന്റെ അവസ്ഥ ഇതാ. അല്ലേ? അപ്പൊ കൂടുതലും വിശുദ്ധ ഖുർആനിനേക്കാൾ സുന്നത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ വീടുകളിൽ ജീർണതയാണ് കടന്നു വരുന്നത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂടെ, 10 ക്രിക്കറ്റ് താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയില്ലേ? എല്ലാവരും പറയും. 10 സിനിമാ നടന്മാരുടെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയില്ലേ? 10 സിനിമാ നടികളുടെ പേര് പറയാൻ പറഞ്ഞാൽ പറയില്ലേ? 10 സഹാബികളുടെ പേര് ഒന്നിച്ച് പറയാൻ പറ്റുന്നവരൊന്ന് എണീറ്റേക്ക്. തർത്തീബ് അനുസരിച്ച് 10 സഹാബികളുടെ പേര്, അതായത് റസൂൽ എണ്ണിയ ഓർഡർ അനുസരിച്ചുള്ള 10 സഹാബികള് മോനിരിക്കും. ഞാൻ ചെല്ലിക്കണം അവിടെ കൊണ്ടുവന്നിട്ട്. ഓക്കെ, ശരി, ഇരിക്കും. ഒരാള് നമ്മുടെ ദീനീ അവസ്ഥ, അതിന്റെ പ്രോഗ്രസ് അളക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഇപ്പൊ കാണിച്ചത്. ഇത് മനസ്സിലായോ? ഇതാണ് നമ്മുടെ അവസ്ഥ. 25 പ്രവാചകന്മാരുടെ പേര് തെറ്റാതെ ഓർഡർ അനുസരിച്ച് ആർക്ക് പറയാൻ കഴിയും? അതൊന്ന് കൈവന്തിച്ചാട്ടെ. വളരെ 5 താഴെ ആളുകൾ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് ദീനിന്റെ ഏറ്റവും MSM മനസ്സിലായിക്കൂടി? ദീനിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലേ? വിശുദ്ധ ഖുർആനിൽ എത്ര അധ്യായമുണ്ട്? 114 അധ്യായമുണ്ട്. ഏറ്റവും വലിയ അധ്യായം ഏതാ?
എത്ര ആയത്തുണ്ട് അതില്? അത് ചോദിച്ചപ്പോ ഇല്ലേ, അങ്ങനെ തന്നെ അവസ്ഥ. എത്ര ആയത്തുണ്ട്? 286 ആയത്ത് അല്ലേ? പിന്നെ അതിനപ്പുറത്തെ അധ്യായം ഏതാ? എത്ര ആയത്തുണ്ട് അതില്? എത്രയുണ്ട്? എത്ര? 200? എത്ര? ഇല്ല അല്ലേ? 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 അവസ്ഥ നോക്കി. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ തുടക്കത്തിലെ 3 അധ്യായങ്ങളിലെ ആയത്ത് നമ്പർ പോലും നമ്മൾ നോക്കിയിട്ടില്ല, നമുക്കറിയില്ല. നേരെ മറിച്ച് മോനെ സച്ചിൻ തെണ്ടുൽക്കർ എത്ര എടുത്തെന്ന് വെച്ചാൽ എത്ര വിക്കറ്റ് പോയി എത്തിയാണ്, എത്ര സ്റ്റംപ് അടിച്ചു കളിയിട്ട് എല്ലാവർക്കും ഉറപ്പാ അല്ലേ? സച്ചിൻ തെണ്ടുൽക്കർ നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഹിം, പെപ്സി എല്ലാവർക്കും അറിയാം. കുലിയായികളെ കാബിറൂൻ ഓതിയാലോ ലാബുദു മാതബുദു മാതബുദു ലാതബുദു ലാതബുദു മാതബുദു. എന്തേ പ്രശ്നം? ഏതൊന്നായിട്ടാണോ ഓന്റെ ബന്ധം, അതാണോ ഓന്റെ ബന്ധം. ഓന് ബന്ധമില്ല, അതുകൊണ്ട് തന്നെ ഓൻ ഓതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓൻ ഓതാൻ കഴിയില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൻ എന്തറിയാം, ഓന്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് 2.5 വയസ്സ് വരെയുള്ള ഒരു കുട്ടി മടി കിടന്നിട്ട് ചോദിച്ചെന്നോ സച്ചിൻ ഔട്ടായോ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും ജീവിക്കുന്നത് അല്ലേ? നമ്മുടെ ഈ കാലഘട്ടം TV ഏറെ. ഇത് പറയുമ്പോ ഖുർആനിൽ നിന്നൊരു വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ചിന്ത, ഇതൊക്കെ പടച്ചോൻ നിങ്ങൾക്കറിയാലോ എത്രയും പെട്ടെന്ന് മരിച്ചു പോകും. നമ്മൾ പ്രായവ്യത്യാസമില്ലാതെ മരിച്ചു പോകുന്നവരാണ് എല്ലാവരും. ഈ മരിച്ചു പോകുന്നതിനിടയിൽ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാഴ്ച, കണ്ണ് അല്ലാഹു തന്ന അപാരമായ നിയമത്താണ്. ടിവിയുടെ മുമ്പിൽ നിങ്ങൾ നോക്ക്, ക്രിക്കറ്റ് ഒക്കെ കാണുന്നിടത്ത് 9 മണിക്കൂറൊക്കെയാണ് ഇരിക്കുന്നത്. 9 മണിക്കൂറൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ക്രിക്കറ്റില് സത്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞാല് എപ്പോ അവസാനിക്കും എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഓൻ മൗത്താണോ, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് എറിഞ്ഞ് തള്ളിയിടണം. അങ്ങനെ ഒരു 50 ഓവർ കഴിയുന്നവരെ 9 മണിക്കൂർ ക്രിക്കറ്റ് എന്നാണല്ലോ. ക്രിക്ക് അറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. പ്രാന്ത് തന്നെ മൂത്ത് അതിന്റെ അപ്പുറത്താണ്. മനസ്സിലായില്ലേ? ഇത് കാണാനും കളിക്കാനും. ഇത് കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫായിദയില്ല. അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം. ജോലി ഹാഫ് ടൈം ഒഴിവാക്കിയതിന്റെ പേരിൽ ശമ്പളം പാതി കെട്ടും. കളിക്കുന്നവനോ തോറ്റാലും ജയിച്ചാലും പൈസയാ. തോറ്റാലും ജയിച്ചാലും കളിക്കുന്നവന് പൈസ. നിനക്കോ ജോലി പോയി, ശമ്പളം കട്ടായി, 9 മണിക്കൂർ വെറുതെ പോയി, ജീവിതത്തിലൊരു ലാഭമില്ല അല്ലേ? ആലോചിച്ചൊക്കെ വിലപ്പെട്ട മനുഷ്യന്റെ സമയം ചെലവഴിക്കുന്നതിന്റെ മുമ്പില് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. നാം ആലോചിച്ചിട്ടുണ്ടോ? ഈ നിമിഷം മരിച്ചുപോയാൽ എന്തായിരിക്കും പടച്ച തമ്പുരാന്റെ മുമ്പിൽ? അല്ലാഹു നൽകിയ വരദാനമാണ് നമ്മുടെ ജീവിതം. അല്ലാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ ജീവിതം. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പടച്ച തമ്പുരാൻ നൽകിയ സമ്മാനം. നല്ലതാവുക എന്നുള്ളത് കുറച്ച് പണിയാണ്. മഹാത്മാഗാന്ധി, നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജി നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട പല ക്വാളിറ്റിയും വായനയിലൂടെ സ്വായത്തമാക്കിയിട്ടുള്ള, പ്രവാചകനെ അങ്ങേയറ്റം പഠിച്ചിട്ടുള്ളതായിരുന്നു മഹാത്മാഗാന്ധി. ഇസ്ലാമിന്റെ ഭരണത്തെക്കുറിച്ചൊക്കെ അഗാധമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം, അദ്ദേഹം സ്കൂൾ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാന് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അതായത് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻ, ഹൈ ഡിസ്റ്റിങ്ഷൻ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനൊരു നോർമൽ പഠിക്കുന്ന ഒരാളായിരുന്നു. എന്നേക്കാൾ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കുള്ള സർട്ടിഫിക്കറ്റ് ആർക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല സ്വഭാവമായിരുന്നു. ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് അറ്റ് ദ സ്കൂൾ, ബട്ട് ഐ ആൾവേസ് എൻജോയ്ഡ് ദി അഫെക്ഷൻ ഓഫ് മൈ ടീച്ചർ. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ക്യാരക്ടർ യൂസ്ഡ് ടു ബി സെൻഡ് ടു ദ പാരന്റ്സ് എവറി ഇയർ. ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ്. ഞാനൊരു ബ്രൈറ്റ് ബോയിയായി, ഒരു നല്ലോണം പഠിക്കുന്ന കുട്ടിയായി എന്റെ സ്കൂളിൽ എന്നെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. കാരണം ഞാൻ നന്നായി പഠിച്ചിരുന്നില്ല. ബട്ട് ഐ ആൾവേസ് എൻജോയ്ഡ് ദി അഫെക്ഷൻ ഓഫ് മൈ ടീച്ചർ. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ക്യാരക്ടർ യൂസ്ഡ് ടു ബി സെൻഡ് ടു ദ പാരന്റ്സ് എവറി ഇയർ. ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. എനിക്ക് നല്ല സ്വഭാവമായിരുന്നു.
എന്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് എന്റെ മാതാപിതാക്കൾക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ വർഷങ്ങളിലും എല്ലാ കാലങ്ങളിലും എന്നെക്കുറിച്ച് നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. ഞാനൊരു നല്ല കുട്ടിയായിരുന്നു എന്ന് വർഷാവർഷങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ എന്ന നിലയിൽ എന്നെക്കുറിച്ചുള്ള വിവരം കിട്ടിയിരുന്നു. ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ്. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ചീത്ത സർട്ടിഫിക്കറ്റുകളാണ് പലതിലും. കച്ചറ കളിച്ച് അല്ലേ, പല നിലക്കും എല്ലാ നിലക്കുള്ള തിന്മകൾ. താമരശ്ശേരി കോഴിക്കോട് ജില്ലയിൽ കോരങ്ങാട് സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്. അവിടെ ഒരു മുജാഹിദ് അധ്യാപകൻ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ മദ്യപിച്ചിട്ട് വരുന്നു അവിടെ എന്നാണ്. മദ്യപാനത്തിന് അടിമകളാണ് മനുഷ്യർ അല്ലേ. നമ്മുടെ കുട്ടികളിൽ നല്ല ശതമാനം 13 വയസ്സുള്ള കുട്ടികൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനികളുടെ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റാണ്, നമ്മുടെ ഈ നാടാണ്, കേരളമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ വിളിക്കുന്ന ഇന്ന് സാത്താന്റെ നാടായി നമ്മുടെ കേരളം മാറി. എത്ര വിദ്യാഭ്യാസമുള്ളവർ ജീവിച്ചിട്ടുണ്ട്. വിഷവാദമേൽക്കാത്ത നാടെവിടെ മക്കളെ എന്ന് ഒരു കവി ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് വിഷവാദമേൽക്കാത്ത ഒരു നാടുണ്ടോ ലോകത്ത്? അത്ര മ്ലേച്ഛമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 24 hours ജീവിതത്തിന്റെ പലപ്പോഴും ടിവിയുടെ മുമ്പിൽ കഴിച്ചുകൂട്ടുന്ന നിങ്ങൾ, മരണം വല്ലത്തി ലം തുമൂത് ഫീ മനാമിഹാ വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തുമൂത് ഫീ മനാമിഹാ. മരണം ഏത് നിമിഷവും വരാവുന്ന മരണം, ഉറങ്ങിക്കിടക്കുമ്പോൾ വന്നു ചേരാവുന്ന മരണം, പൊടുന്നനെ കടന്നു വരുന്ന മരണങ്ങൾ, ആക്സിഡന്റുകൾ, സൈലന്റ് അറ്റാക്കുകൾ, അങ്ങനെ പലതും, മാരക രോഗങ്ങൾ, ഇതൊക്കെ അടിമപ്പെടാൻ സാധ്യതയുള്ളവരാണല്ലോ മനുഷ്യരായ നമ്മൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ യൗവനം പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നതാണ്. ഈ യൗവനം സ്വവർഗരതിക്ക് വിധേയമാക്കപ്പെടുന്ന, അതുപോലെ തന്നെ വ്യഭിചാരങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണിത്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, നമ്മുടെ യൗവനം ഒരിക്കലും പാഴായി പോകാത്ത നമ്മുടെ കൗമാരം, നമുക്ക് അല്ലാഹു നൽകിയ നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ചാരിത്രശുദ്ധി, അത് കളഞ്ഞു കുടിക്കുന്നൊരവസ്ഥ അല്ലേ. പ്രേമം ഇന്ന് ക്യാമ്പസുകളിൽ അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പർദ്ദ ധരിച്ച അറബി കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പ്രേമിക്കുകയും അതിന്റെ അനന്തര ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൽ. ഞാനിതുപോലെ ഒരു ഐസക്കിലെ ഏതൊരു ക്ലാസ്സിൽ, MSMന്റെ ക്ലാസ്സിൽ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ ചോദിച്ചു, പ്രേമിക്കാമോ? ഞാൻ അവരോട് പറഞ്ഞു, അതെ പ്രേമിക്കാം, ശക്തമായി തന്നെ നിങ്ങൾ പ്രേമിക്കണം. ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് ശേഷം സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടു ഇസ്ലാം. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ അല്ലെ. വിവാഹേതര പ്രേമങ്ങൾ, പ്രണയങ്ങൾ ഇസ്ലാമിന് പാടില്ലാത്തതാണ്. അങ്ങനെ പ്രണയിച്ച് മതത്തിൽ ആളെ കൂട്ടി എന്നാണ് നമ്മളെ കുറിച്ചുള്ള ആരോപണം. നിങ്ങൾക്കറിയുമോ, ഇസ്ലാമിലെ ഒരു ചരിത്രം കേട്ടോളൂ നിങ്ങൾ. ഇസ്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇസ്ലാമിന്റെ പാഠമാണ് യഥാർത്ഥത്തിൽ. മക്കയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബികള്, മക്കയിലെ ചില സ്ത്രീകളെ അവർ ഇഷ്ടപ്പെട്ടു. ചിലര് അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ ആളുകൾ മദീനത്തേക്ക് ഹിജ്റ പോവുക. അപ്പൊ ഈ സ്ത്രീകളും മദീനത്തേക്ക് ഹിജ്റ പോയി. അപ്പൊ ഇവരെന്ത് മനസ്സിലാക്കി? മക്കയിൽ നിന്ന ഈ സ്ത്രീകളെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പെൺകുട്ടികൾ അവരിതാ മദീനത്തേക്ക് ഹിജ്റ പോവുകയാണ്. ആ ലക്ഷ്യത്തോടെ അവർ ഹിജ്റ പോയി. ഇസ്ലാമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഇങ്ങനെ മനസ്സിൽ വെച്ചവരുടെ നിയ്യത്ത് തെറ്റാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി കടന്നു വന്നതെന്ന്. ഇന്നമല്ലാമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരും എന്താണോ നിയ്യത്ത് വെച്ചത് ആ നിയ്യത്തെ അവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഫഹിജ്റതുഹു ലിദ്ദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഇലാ മാ ഹദറ ഇലൈഹി. ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാനാണോ ദുനിയാവാണോ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, പുണ്യം ഉണ്ടാവില്ല. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. പെണ്ണിനെ നിക്കാഹ് കഴിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹിജ്റ പോകുന്നത് വരെ പാപമായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മതത്തിൽ ആളെ കൂട്ടുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ.
നിഫാക്കാണ്. ഒന്ന് പ്രേമിക്കുന്നു എന്ന് പറയാ, വഞ്ചനയല്ലേ അത്, കള്ളമല്ലേ അത്. ഒന്ന് നാവ് കള്ളം പറയും. മതത്തിൽ ആളെ കൂട്ടാനും കൊല്ലാനുമാണെന്നാണല്ലോ പറയുന്നത്. മതത്തിൽ ആളെ കൂട്ടാനാണെങ്കിൽ ആളെ കൂട്ടുക എന്നത് മതം എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാമത്തെ വചനത്തിലൂടെ എതിർത്തിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 2, മുനാഫിക്കിന്റെ ലക്ഷണമാണത്. ഒന്ന് സ്നേഹം നടിക്കുക. 2, അവളെ വിവാഹം കഴിച്ചോളാന്ന് വാഗ്ദത്വം കൊടുക്കുക, അത് ലംഘിക്കുക, തെറ്റിക്കുക, മറ്റു പല ലക്ഷ്യങ്ങൾക്കും. അപ്പൊ മുനാഫിക്കിനല്ലാതെ പ്രേമിക്കാൻ കഴിയില്ല. ഇസ്ലാം വിവാഹേതര പ്രേമങ്ങൾ, പ്രണയങ്ങൾ ശക്തമായ എതിർത്ത്. നിങ്ങൾക്കറിയാലോ, ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നത് പോലും സ്ത്രീകളോട് ഇസ്ലാം ആവശ്യപ്പെട്ടത് പുരുഷന്മാരോട് പരുക്കൻ രൂപത്തിൽ സംസാരിക്കണമെന്നാണ്. നേരെ മറിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് ഫോണെടുത്ത് തുടങ്ങിയ ആണുങ്ങൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം, തിരക്കിടില്ല, അവളെ ടൂണ് തിരക്കിടില്ല എന്ന് തോന്നുക മനുഷ്യന്. അവിടെ നിന്നാണ് തുടക്കം അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനാണ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഫോൺ? എന്തിനാ? നിങ്ങൾക്കൊക്കെ എന്തിനാ ഫോണ്? എന്തിനാ ഫോണ്? ജില്ലാ കളക്ടർമാരാണോ നിങ്ങൾ? രാഷ്ട്രനായകന്മാരാണോ? നിങ്ങളെ പോലെ പ്രായം കഴിഞ്ഞ് വന്നവരാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരല്ലാത്തവരൊക്കെ. ഇതൊന്നുമില്ലാത്ത കാലം. ഇത് വെക്കുന്ന ദുരന്തം എത്രേ? മൊബൈലുകൾ ഉണ്ടാക്കുന്ന ദുരന്തം എത്രേ? ഇന്റർനെറ്റുകളിൽ കയറി ഉണ്ടാകുന്ന ദുരന്തം എത്രേ? എത്ര വലിയ ഭീകരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ആളുകൾ ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ അടുത്തൊരു ദിവസം സംഭവം ഉണ്ടായി. അതായത് മൊബൈലും പിടിച്ച് പരിസരമൊക്കെ മറന്ന് മൂപ്പരിങ്ങനെ നടക്കുക. അങ്ങനെ നടന്നിട്ട് ഒരു പൊട്ടക്കിണറിലേക്ക് കുളും വീണ് മരിച്ചുപോയി. അത് ആലോചിച്ച് നോക്കണം. ഫോണ് മനുഷ്യനുണ്ടാക്കുന്ന അശ്രദ്ധയുടെ. റജി സ്വന്തം ഭാര്യയെ മുണ്ടിട്ട് മുറുക്കി കൊന്നു. എന്തിന്? ഭർത്താവിന്റെ ഫോണിലേക്ക് വന്ന മറ്റൊരു പെണ്ണിന്റെ സംസാരം, മറ്റൊരു സ്ത്രീയുമായുള്ള പ്രേമം. ഇത് കണ്ടുകൊണ്ടാണ് തലമുറകൾ വളരുന്നത്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫോണ് വേണ്ട. കണ്ടേ, ഇപ്പോഴൊക്കെ ആദ്യമൊക്കെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ഫോണായിരുന്നുണ്ട്, ലാൻഡ് ഫോണ്. അത് വീട്ടിലെ എവിടെയെങ്കിലും ഒരു ഡൈനിങ് ഹാൾ കൃത്യമായിട്ട് എല്ലാവർക്കും കാണത്തക്ക രൂപത്തിൽ സ്ഥാപിച്ചിരുന്നതാണ് ഫോണുകൾ. അവിടെ റിങ് ചെയ്താൽ ഉമ്മാക്ക് കേൾക്കാം, ബാപ്പാക്ക് കേൾക്കാം. ഇതെന്താ സംഗതി വെച്ചാൽ ഫോണുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ഫോൺ എന്ത് ചെയ്യും? സൈലന്റിലാക്കി മുന്നിൽ അവിടെ വെക്കും. അപ്പൊ മൂപ്പര് എങ്ങനെ കണ്ടില്ലേ? സൈലന്റിൽ അങ്ങനെയാണല്ലോ ഫോണ്. അപ്പൊ ആരും അറിയില്ല. ഇതിന് മെല്ലെ ഹലോ ആരാണ്? ഞാനാണ്. നീ പിന്നെ വിളിച്ചാ? ഞാൻ പിന്നെ വിളിക്കാം. അച്ഛനുണ്ട്, ഹേയ് അച്ഛനുണ്ട്, പാപ്പയുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെ ഉണ്ടല്ലേ നിങ്ങള്? ഹലോ ആരാണ്? അവിടെ എവിടെയാണ്? അവിടെ എവിടുന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിലാണ്. അവിടെ എവിടെയാണ്? ഇല്ലേ? അങ്ങനെ കോലവും ചുണ്ടും ഒക്കെ മാറിപ്പോയി. സംസാരം മാറി, രീതികൾ മാറി, പെരുമാറ്റങ്ങൾ മാറി, അല്ലേ? ഇങ്ങനെ എല്ലാരെ കയ്യൂപ്പ് ഇങ്ങനെ അല്ലേ? എല്ലാരും ഇങ്ങനെ വെച്ചിരിക്കാൻ തുണ്ടിപ്പുറവ്. എന്താ സംഗതി? ഇതിനടിച്ചാണ് മണിക്കൂറുകളോളം. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ 4 മണിക്കൂർ പെട്ടെങ്ങനെ ഇരുന്നപ്പോ ഒരു പെൺകുട്ടി 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓളെ ചെവി നാപ്പോണെടുത്ത് ഞങ്ങളുടെ ഒരാൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന് വിളിക്കണേ. എന്താണ് പ്രശ്നം? കാമുകനുമായുള്ള കൊഞ്ചലാണ്. എന്നിട്ട് ആർക്കെങ്കിലും സുന്ദരമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നശിച്ചു പോകുന്ന ജീവിതം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്റെ വീടിന്റെ തൊട്ട് മുമ്പില് ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു പെൺകുട്ടി വിവാഹം സെറ്റിൽ ചെയ്തു, ഡേറ്റ് ഫിക്സ് ചെയ്തു. അവളൊരു പുരുഷന്റെ കൂടെ ഓടിപ്പോയി, സെക്കൻഡ് കൂടെ ഓടിപ്പോയി. കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നേരത്തെ പറയാമായിരുന്നു അമ്മയോടും അച്ഛനോടും, നിങ്ങൾ ഈ കല്യാണത്തിന് മെനക്കെടണ്ട, ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കണ്ട. ഞാനിങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് സ്നേഹമുണ്ട്. ക്രൂരമാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധം. മക്കളുടെ ബന്ധം മാതാപിതാക്കളോട് വളരെ ക്രൂരമാണ്. അതെന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 18 കൊല്ലം എല്ലാരും പറയൽ എന്താ അറിയോ? എനിക്ക് അയാളെ പിരിയാൻ കഴിയില്ല, എനിക്ക് അദ്ദേഹത്തെ പിരിയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? 5 മാസത്തെ സ്നേഹമാണ് നിനക്ക് പിരിയാൻ പറ്റാത്ത ബന്ധാക്കി. അപ്പൊ 18 കൊല്ലം നിന്റെ ഉമ്മാന്റെ കൂടെ സ്നേഹിച്ച് ജീവിച്ച ജീവിതത്തിനോ? 18 കൊല്ലം നിന്റെ ബാപ്പ, നിന്റെ ഉമ്മ നിന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ ആ സ്നേഹത്തിനോ? അപ്പൊ നീ നിന്റെ ബാപ്പാനെ സ്നേഹിച്ചത് കാപട്യമായിരുന്നു, വഞ്ചനയായിരുന്നു. 18 കൊല്ലത്തിന്റെ സ്നേഹത്തിന് നിനക്ക് വിലല്ല, 18 ദിവസത്തിന്റെ സ്നേഹത്തിന് നിനക്ക് വില. അങ്ങനെയല്ലേ പറയാ? എനിക്ക് ഇക്കാക്ക് ഞാൻ വാക്ക് കൊടുത്തു,
ഞാൻ വാക്കുകൊടുത്തു അല്ലേ, എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം മാറ്റി വെക്കാൻ കഴിയുന്നില്ല. നിന്നെ നൊന്ത് പ്രസവിച്ച് അല്ലേ, അങ്ങനെയുള്ള നിന്റെ ഉമ്മാന്റെ നിന്നെ ഗർഭം ചുമന്ന് പോറ്റി വളർത്തി ആളാക്കി നിനക്ക് വേണ്ടി വസ്ത്രം നൽകി നിന്നെ പഠിപ്പിച്ച് നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ച് നിന്നെ കുളിപ്പിച്ച് ഡ്രസ്സ് ധരിപ്പിച്ച് 18 കൊല്ലത്തിന്റെ നിന്റെ വളർച്ച നോക്കിക്കണ്ട നിന്റെ ഉമ്മാനെ നിനക്ക് ധിക്കരിക്കാം. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു റസൂലുള്ളാഹിന്റെ സഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു സംഭവം കേട്ടോളൂ നിങ്ങൾ, കുട്ടികളെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു സഹാബികൾ ചുറ്റിലിരുന്ന് മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. നെഞ്ചിലേറ്റ് നിങ്ങൾ നെഞ്ചിൽ കുറിച്ചു വെച്ചോളി. മാതാപിതാക്കളെ പണിക്കിയാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്തോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന ആ സഹാബിന്റെ ചുറ്റിലും നിൽക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ സഹാബിക്ക് ഏറ്റു ചെല്ലാൻ കഴിയുന്നില്ല. സഹാബികൾ ആകെ ബേജാറായി, ഭയങ്കര പേടി തോന്നി. കാരണം നബീന്റെ കൂടെ ജീവിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച പ്രഗത്ഭനായ, നിസ്കരിച്ച, നോമ്പ് നോറ്റ, ദിക്ർ ചൊല്ലിയ, ജിഹാദിൽ പങ്കെടുത്ത ഒരു സഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുന്നില്ല മരണവേളയില്. കുട്ടികളെ നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുക, തമാശയല്ല. അപ്പൊ ഉടനെ അവർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. റസൂലുള്ളാഹ്, ഈ സഹാബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റി ചെല്ലുന്നില്ല റസൂലുള്ളാഹ്, എന്തൊരു കഥയാണത് എന്ന് നബി പറഞ്ഞു. അയാളെ ഉമ്മാനെ വേഗത്തിൽ വരുത്താൻ പറഞ്ഞു. മക്കളെ ശ്രദ്ധിച്ചോളി, ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. അയാളെ ഉമ്മാനെ വരുത്താൻ പറഞ്ഞു, ഉമ്മാനെ വിടുത്താൻ പറഞ്ഞു. ഉമ്മാനെ വരുത്തിയിട്ട് റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മകനോട് ഇഷ്ടല്ലേ, ഈ മകനോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ തൃപ്തനല്ല. ഒരു സഹാബിയുടെ പേരിൽ ഒരു ഉമ്മ തൃപ്തനല്ല. നോക്കണം നിങ്ങൾ. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, കുറെ വിറക് കൊണ്ടുവരും, വിറക് ശേഖരിച്ചു കൊണ്ടുവരും, എന്നിട്ട് അതിന് തീ കൊടുത്തിട്ട് അതിലേക്ക് അവനെ പിടിച്ചിടാൻ പറഞ്ഞു. സഹാബിനെ റസൂലാ പറയുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്ന് പറഞ്ഞ സൂറത്ത് തൗബയിലെ 128 പറഞ്ഞ അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞ ആ പ്രവാചകനാ പറയുന്നത്. നിങ്ങൾ വിറക് കൊണ്ട് തീ കത്തിക്കാൻ പറഞ്ഞു. അപ്പാ ഉമ്മ പറഞ്ഞില്ല, എന്റെ മോനെ തീയിട്ട് കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ അനുവദിക്കില്ല. അപ്പൊ റസൂൽ ചോദിച്ചെങ്കിൽ നിങ്ങൾ ഈ മകനെ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഈ മകനെ തൃപ്തിപ്പെട്ടോ? അപ്പ ഉമ്മ പറഞ്ഞു, അതെ, ഞാൻ തൃപ്തി. ശരിക്കും തൃപ്തിപ്പെട്ടോ? ആ, ശരിക്കും തൃപ്തിപ്പെട്ടു. എങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സഹാബി ഏറ്റി ചൊല്ലി. ആലോചിച്ചു നോക്ക്. ഉമ്മ, ആ ഉമ്മാനെ പിണക്കിക്കൊണ്ടേ നിങ്ങൾക്ക് പ്രേമിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. കൗമാരത്തിലെ ഏറ്റവും വലിയ ജീർണതകളിൽ ഒന്നതാണ്. അള്ളാഹുവാണ്, അള്ളാഹ് അറിയുന്നുണ്ട് നമ്മുടെ മുഖം. നമുക്കൊരു അന്യപുരുഷനുമായി എത്ര സമയം ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ലല്ലോ അല്ലേ? നമ്മുടെ എത്ര ഗൗരവമായ കാര്യമാണ്. അന്യപുരുഷൻ നമ്മുടെ ശരീരത്തെ സ്പർശിക്കുക പാടുണ്ടോ? പാടുള്ള കാര്യമാണോ? കത്തിലൂടെ ഇടപാടുകൾ നടത്തുക പാടുള്ള കാര്യമാണോ? ഇസ്ലാം വിലക്കി അള്ളാഹു വെച്ച അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകളെ ലംഘിക്കലാണത് അല്ലേ? മദ്യത്തിന് അടിമപ്പെടുന്നവർ, മയക്കുമരുന്നിന് അടിമപ്പെടുന്നവർ, മയക്കുമരുന്ന് കുത്തിവെക്കുന്ന കുട്ടികൾ, പാമ്പിനെ കൊണ്ടുപോലും കുത്തിക്കുന്ന കുട്ടികൾ, 50,000 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? നമ്മുടെ മാഫിയ വിപണിയിൽ 20,000 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മദ്യപാനികൾ, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കിടക്കുന്ന സ്ഥലം, എല്ലാ തിന്മകളും അരങ്ങ് തകർക്കുന്ന സ്ഥലം നമ്മുടെ കേരളമായി മാറി. അവിടെയാണ് മതം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് കൃത്യമായി പഠിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഇടപെടും. ഇതോടൊപ്പം തീവ്രവാദവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, സമാധാനം എന്നാണ്. സമാധാനം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എപ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രശംസിക്കുന്ന മതത്തിന്റെ അനുയായികളാണ് നമ്മൾ അല്ലേ? നമുക്ക് ബോംബിടാൻ കഴിയുമോ? നിങ്ങൾക്കറിയാലോ, ഒരു മനുഷ്യൻ, വ്യഭിചാരിയായ പഴച്ചുപോയ ഒരു മനുഷ്യൻ ദാഹിച്ചിട്ട് അദ്ദേഹം കിണറിലിറങ്ങി വെള്ളം കുടിച്ച്
കിണറിൽ നിന്ന് കയറി വരുമ്പോ നായ മണ്ണ് തിന്നുന്നത് കാണുകയാണ്. ദാഹിച്ച നായ മണ്ണ് തിന്നുന്നത് കണ്ട് അദ്ദേഹം കിണറിൽ നിന്ന് ഇറങ്ങി ഷൂ കടിച്ചു പിടിച്ച് അതിൽ വെള്ളമെടുത്ത് അത് കടിച്ചു പിടിച്ച് കരക്ക് കൊണ്ടുവന്ന് നായക്ക് വെള്ളം കൊടുത്തു. ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് അള്ളാഹ് മനുഷ്യനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് ആ മനുഷ്യന് സ്വർഗം കൊടുക്കുക. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, ആ കാരുണ്യത്തിന്റെ പേരിൽ സ്വർഗം കൊടുത്ത റഹ്മാനായ റബ്ബാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകം വിരിച്ച പടച്ച തമ്പുരാന്റെ അടിമകളാണ് നമ്മൾ. ഒരു പൂച്ചയെ കെട്ടിയിടൽ പോലും പാപമാണെങ്കിൽ അന്യമതക്കാരനെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് അവനെ കൊല്ലാൻ പാടുന്നു. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഇസ്രായേലിയരോട് അല്ലാഹു കൃത്യമായ ഒരു കരാറ് വാങ്ങി. അപ്രകാരം അത് രേഖപ്പെടുത്തപ്പെട്ടു, ഒരു നിയമമാക്കപ്പെട്ടു. എന്ത് അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, അല്ലേ? അന്യായമായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, ന്യായം കൂടാതെ മനുഷ്യനെ വധിക്കുക എന്നത്. അങ്ങനെ വധിക്കുന്ന വധം അന്യായമായിട്ടാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നതെങ്കിൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നവരെ പോലെ എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ കൊണാട്ട് പ്ലേസിലും അബ്രോൾ നഗരത്തിലും കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലും പരിസരത്തും ഒക്കെ ബോംബ് വെക്കുമ്പോൾ മനുഷ്യർ പൊട്ടിത്തെറിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ട്, തീവ്രവാദ സംഘടനകളിൽ, അതായത് ഇന്ത്യയിലെ കേരളത്തിലെ സിമി, അതുപോലെ NDF, PDP, ISS ആയിരുന്നു, അത് പിന്നെ PDP ആയി. ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച ഇന്നില്ലേ നാളെ ജയിലിൽ പോകേണ്ടിയിരുമെന്ന് ഉറപ്പായി എല്ലാവർക്കും. ഇന്നില്ലെങ്കിൽ നാളെ, അല്ലെ 10 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും ഓരോ മെമ്പർക്കും ജയിലിൽ പോകേണ്ടിയിരുമെന്ന് ഉറപ്പായി. തീവ്രവാദ സംഘടനകൾ ലോകത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്, ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥവും മറ്റൊരു ആയത്തിന്റെ അർത്ഥവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, മനുഷ്യർക്കിടയിലും ജന്തുക്കൾക്കിടയിലും നാക്കാലികൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലൊക്കെയുള്ള വൈവിധ്യത, വർണ്ണവൈവിധ്യത അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വലിയൊരു കാര്യമാണ്. കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ്. നിങ്ങൾ പഠിക്കണം, ലോകത്തെക്കുറിച്ച് അഗാധമായി പഠിക്കണം. അന്നജഅലുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അന്നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഇസ്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. സുകൃതം ചെയ്ത ആളുകളും അതുപോലെ തന്നെ തെമ്മാടികളും ജീവിതത്തിൽ തുല്യാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുകൃതം ചെയ്യുന്നവരാവുക. 5 നേരം കൃത്യമായി നിസ്കരിക്കുക, നിരന്തരമായി ഖുർആനുമായി ബന്ധപ്പെടുക, പ്രവാചകന്മാരുമായി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ, പ്രവാചകന്മാരുടെ ചരിത്രം, നബിയുടെ വചനം, സഹാബികളുടെ ജീവിതം. ഇത് A to Z പഠിച്ചാൽ നമ്മളെല്ലാം നന്നായി നല്ല മനുഷ്യരായി ലോകത്തിന് നമുക്ക് നന്മ ചെയ്യാൻ കഴിയും. അങ്ങനെ നന്മ ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന സഹൃദയരോടും കൂട്ടുകാരോടും നന്മ പ്രകാശിപ്പിക്കുന്ന, നാവിൽ അസഭ്യം പറയാത്ത, കണ്ണു ചുവന്ന് മദ്യപിക്കാത്ത, മദ്യപാനവുമായി ഒരു പോയിന്റ് പോലും യോജിക്കാത്ത, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത, ആലസ്യത്തിനടിമപ്പെടാത്ത, യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറുന്ന പുതിയ തലമുറയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ഈ സദസ്സ് അള്ളാഹുവിന്റെ കോടതിയിൽ പുണ്യം ചെയ്യപ്പെട്ട സദസ്സായി, സ്വീകരിക്കപ്പെടുന്ന അമലിന്റെ സദസ്സായി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ എന്ന് നെഞ്ചകത്ത് തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുകയും മനുഷ്യന് ഇതര ജീവജാലങ്ങളിൽ നിന്ന് എന്തൊരു വ്യതിരിക്തതയുണ്ടോ ആ വ്യതിരിക്തത യഥോചിതം വിലയിരുത്തി മനുഷ്യത്വത്തോടെ, ഇൻസാനിയത്തോടെ പൂർണ്ണമായി നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ